നമ്മുടെ അശ്വന്ത് ഗോക്ക് പിന്നെയും പിന്നെയും എയറിലേക്ക് പോവുകയാണല്ലോ. അവൻ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആൾക്കാരുടെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഞാനിതിനു മുമ്പ് ആലോചിച്ചിട്ടുണ്ട്, നമ്മളിതൊരു പർട്ടിക്കുലർ, ഇപ്പം നീ ആദ്യം ഒക്കെ സിനിമ, നീ ഈ ഒരു റിവ്യൂവറാണെന്ന് എഴുതുക, സിനിമ റിവ്യൂവറാണ്, നീ ആദ്യം സിനിമ കാണുന്നു, അതിന് ശേഷം റിവ്യൂ പറയുന്നു. അപ്പം നീ ഒരു 8-10 സിനിമ കാണുന്നു, ആദ്യം സിനിമ കാണാൻ പോകുന്നു, അതിന് റിവ്യൂ പറയുന്നു. അങ്ങനെ 8-10 സിനിമയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും ഇതിൽ നിന്നൊരു ഇൻകം കിട്ടാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും നമ്മുടെ രീതി മാറും. ആദ്യം സിനിമ കണ്ടിട്ട് റിവ്യൂ പറയുന്ന രീതി ആയിരുന്നെങ്കിൽ രണ്ടാമത് നമ്മൾ റിവ്യൂ പറയാൻ വേണ്ടി സിനിമ കാണുന്ന രീതിയിലേക്ക് പോകുമല്ലോ നീ ഒരു റിവ്യൂവർ ആണെങ്കിൽ. സാധാരണ നോർമൽ മനുഷ്യൻ്റെ, അതായത് അവൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സിനിമ കാണുന്നതല്ലാതെ റിവ്യൂ പറയുന്നതാണ്. ഈ അശ്വന്ത് ഗോക്കായാലും പിന്നെ ഏതാ ഉണ്ണി വ്ളോഗ്സോ, അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ ഇതിനു വേണ്ടി തന്നെ സിനിമ കാണുന്നത്. അപ്പോൾ അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് റിവ്യൂ പറയുകയാണ്. അങ്ങനെ സിനിമ കാണാൻ പോകുമ്പോഴത്തേനും ഒരിക്കലും സിനിമ ആസ്വദിക്കാൻ പറ്റില്ല. ഇവർ ഈ സിനിമയ്ക്കകത്തെ മിസ്റ്റേക്സും അതിൻ്റെ അകത്തെ പോസിറ്റീവ്സും നെഗറ്റീവ്സും മാത്രം പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ അകത്ത് എന്താണ് പോസിറ്റീവ് ഉള്ളത്, അതിൻ്റെ അകത്ത് എന്താണ് നെഗറ്റീവ് ഉള്ളത്. കാരണം അവർക്ക് ആ വീഡിയോയ്ക്കുള്ള കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ 2.5 മണിക്കൂർ എഫേർട്ട് ഇടുന്നത്. അങ്ങനെ വരുമ്പം ഇവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമകളുടെ എണ്ണം വളരെ കുറഞ്ഞു. അത്രയ്ക്ക് ഒരു ലെവലിൽ കൂടുതൽ ഹൈപ്പുള്ള പടങ്ങൾ മാത്രമേ ഇവർക്ക് ആസ്വദിക്കാൻ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുമായിരുന്നു. ഞാനിങ്ങനെ ഒരു അവസ്ഥ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. ഈ അശ്വന്ത് ഗോകൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവനെ നല്ല സിനിമ ഏതാ മോശ സിനിമ ഏതാത് ചിന്തിക്കാനും അവൻ്റെ ഈ പർപ്പസിനെ ബേസ് ചെയ്ത് ഇവൻ കാണുന്നത് കൊണ്ട് ഇവന് സിനിമ ആസ്വദിക്കാനോ ഇപ്പോൾ പറ്റുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ശാസ്ത്രീയമായ നിഗമനത്തിനോട് നിൻ്റെ അഭിപ്രായം എന്താണ്?